നമ്മുടെ പുറകില്. തിരിഞ്ഞു നോക്കണം. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് നോക്കാം. 1 2 3 4 5 എനിക്ക് തോന്നിയതാ. നിന്റെ തോന്നല് മനുഷ്യന്റെ പെടലോ. സോറിടാ. കാശ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ ചിന്തയിലേക്ക് വരില്ല. ജോൺ ലൂക്കാസ്, ഇതിന്റെ അടുത്ത് എവിടെയാണോ ബാഗ് വെച്ചിട്ടുണ്ട്? ശരിക്കും നോക്കടാ. പറഞ്ഞ പോലെ ബാഗ് തുറക്ക്. കണ്ടിട്ട് തയ്ച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന് 8 ലക്ഷം രൂപ അവൾ കൊടുക്കുന്ന അറിവുകളും നിനക്കൊരു ഉത്തരവാദിത്തമില്ല. ശരിയായി എടുക്കുക. എന്താ കുരിശിപ്പഴ ശരിക്കും കുരിശായി. സൂക്ഷിച്ചു. ഓഹരി വിപണി ഇടിഞ്ഞു വീട് മരിച്ചവർ ഇവിടെ കുറിച്ചിട്ട് അവളെ സൂക്ഷിച്ച് പുറത്തു വിടണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടിപ്പോ കർത്താവിനെ വിളിച്ച് കരയുന്നു. ബിസിനസ്സിൽ അത്ര ശത്രുക്കളുള്ളതാണ്. താൻ ഒന്നുകൂടെ നമ്പർ വിളിച്ചു നോക്ക്. സാർ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അവരെങ്ങനത്തെ ആൾക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇത്രയും നേരായ സ്ഥിതിക്ക് അവിടെ റിലാക്സ് ചെയ്യട്ടെ. നീ പോയി കുടിക്കാനെങ്കിലും മുളച്ച്. സാർ, ഞാൻ അയോഗ്യ ശരിക്കും പേടിച്ചു. യു സേവ് മൈ ലൈഫ്. താങ്ക്സ് എ ലോട്ട് ചേട്ടാ. ഡോണ്ട് ബി സില്ലി. ചേട്ടനാ ശരിക്കും പേടിച്ചത്. മോളുവാ. നാളെ മനസ്സമ്മതത്തിന് എല്ലാവരും വരുമ്പോ ഞാൻ എന്ത് പറയുമെന്നായിരുന്നു. ഇതൊരു കല്യാണം മാത്രമല്ല മോളെ, ഒരു ബിസിനസ് കൊളാബറേഷൻ കൂടിയാണ്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചേട്ടൻ അങ്ങനെ ചെയ്യുന്നത്. സോറി ചേട്ടാ. സോറി ഫോർ എവറിത്തിങ്. Hey, what's wrong with you? Why relax? Good night. Good night. എന്നാ നമ്മുടെ ഡയന മോള്. എന്താ മൂലപ്പൊരു അസുഖമുണ്ടോ? എന്താ? അല്ല, നിനക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് എക്സർസൈസാ. ഓ ജയരാമൻ, ഞാൻ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോവാ. ജയന് കൊടുത്തു വീണു. കൂടെ പറ്റി അമ്മേ. ചാക്കോ. അല്ല, സഞ്ചി. ഞാൻ ചാക്കോ കേറ്റി. ഞാൻ സഞ്ചി ഇറക്കി. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ. എന്റെ പേരാണ് ചാക്കോ കേറ്റി. എന്താ? എന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. നഗരത്തിലെ പുതിയ പോസ്റ്റാക്ടർ. പേടിക്കണ്ട, ഞാൻ പോലീസല്ല. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിട്ട് വന്നതാണ്. പേര് ചാക്കോ. എന്താ നിങ്ങളുടെ പേര്? ഇവൻ ഗോപാലൻ, ഞാൻ ലക്ഷ്മണൻ. ഈ ഇവനും ഞാനും ഇനീഷ്യലാണോ? ഗോപാലൻ, ലക്ഷ്മണൻ. കോമ്പിനേഷൻ ശരിയല്ലല്ലോ. പാലും ചാണക്കറിയും പോലെ. സാധാരണ രാമനും ലക്ഷ്മണനും അല്ലേ? നിങ്ങൾക്ക് ഹനുമാനില്ലേ? ഉണ്ട്. മണ്ണെണ്ണ വാങ്ങിക്കാൻ പോയിരിക്കുക. എന്തിന്? പായസം വയ്ക്കാൻ. ഞാൻ വന്ന കാര്യം പറയണോ? ആ, ഒരു ജോലിയുടെ കാര്യം. എന്ത് ജോലി? ഓട്ടം തന്നെ. പക്ഷെ കാശും പട്ടവും എടുക്കാനുണ്ട്. പിന്നെ ഞാൻ കുറവ് പട്ടം എടുക്കാനാണോ? ഐ ആം വെരി സീരിയസ്. ഗിരിനാറിലുള്ള ഇൻവെസ്റ്റേഴ്സ് ബാങ്കിന്റെ ശാഖയിൽ എന്റെ കുറച്ച് ബിസിനസ് ഡോക്യുമെന്റ്സ് ഇരിപ്പുണ്ട്. അത് നിങ്ങൾ എടുത്തത്. എന്തേ, നിങ്ങൾ എടുത്താ പോന്നില്ലേ? വലിയ തമാശക്കാരനല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ കൂട്ടി ഞാൻ പഴക്കം വെച്ച് കുട്ടിക്കും. വൈദമായ ജോസ് പ്രകാശിന്റെ ആരെങ്കിലും തോന്നുന്നു. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഡോക്യുമെന്റ്സ് മോഷിച്ച് ഹൃദയിരിക്കണം. പൈസ എനിക്കൊരു പ്രശ്നമല്ല. കാരണം ആ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലെത്തിക്കും.
ഡ്യൂപ്ലിക്കേറ്റ്. എന്റെ ഡോക്യുമെന്റ്സ് എവിടെ ഇരിക്കുന്നു, അതെങ്ങനെ എടുക്കാമെന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ കവറിലുണ്ട്. ബാക്കി 3 ലക്ഷം ഞാൻ പറഞ്ഞതുപോലെ ബാങ്കിൽ നിന്ന് ഡോക്യുമെന്റ്സ് കൊണ്ടുവച്ചു. ഓക്കെ, ജോലി ഏറ്റെടുക്കുന്നോ ഇല്ലേ? അവള് ഭയങ്കര ഐശ്വര്യമുള്ളവളാ. അവളുടെ കൈനീട്ടത്തിന്റെ പുറകെ മഹാലക്ഷ്മി വരുന്ന കണ്ട. ഈ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുന്ന പോലെ ഓരോന്നിനോരോ സമയം കണ്ട ദാസ. അതേടാ, നമ്മുടെ സമയം തുടങ്ങി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഞാൻ എടുക്കാൻ പോവാ. എടുക്കട്ടെ? അപ്പൊ പറഞ്ഞ പോലെ ബാക്കി പണം തയ്യാറാക്കി വെച്ചോളൂ. എങ്കിൽ അതെ, ഡോക്യുമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നു. ഓക്കെ? ദൈവമേ, അയാൾ കയ്യിലാണ് പോണ്. നമ്മുടെ മുമ്പിൽ രണ്ടുപേരും പോണു. അത് നമ്മുടെ സൈഡിലാണ്. അതെന്തിനാ മുമ്പിൽ പോണേ? നോട്ടേക്ക്. എന്തേ കാണിക്കണേ? അയാളെ ബോധം കളിച്ചിട്ടേക്കണേ. അയാൾ ബോധം കിട്ടുന്നുണ്ടാവില്ല. ബോധം കിട്ടുമ്പോൾ അഭിനയിക്കും. പിന്നെ ആ പേരിൽ അയാൾക്ക് തോന്നല്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പണി സെക്രട്ടറിയായിരുന്നില്ലേ, എനിക്ക് ഇത് തന്നെയായിരുന്നു പണി. അങ്ങനെയല്ലേ പണി പോയത്. പുറത്തായാലുണ്ടോ നോക്കട്ടെ. ഈ സെക്യൂരിറ്റിക്കാരായപ്പെട്ടു ഇവരെ കൊണ്ട് തോറ്റു. മാവോ അത് നീ എന്താ ചെയ്തേ? അതല്ല, അയാൾ വരച്ചെന്നില്ലേ പടമൊക്കെ വരുമ്പോ. ഇരിക്കും. പറയുന്ന കിടപ്പുന്ന അമ്മായപ്പന്റെ വീടാണ്. ഇത് മാപ്പ് ഏതോ കോപ്പം വച്ചാണ്. സംഭവം തെറ്റിക്കുന്ന കണ്ടില്ലേ? ഇതിൽ മാനേജർ വിടാം. മാനേജറിനെ ഞാൻ തിരിച്ചറിയാം. അപ്പൊ നീയാൾ കോപ്പൻ, അയാൾ പറഞ്ഞ കാര്യമില്ല. ഇവിടെ മാനേജർ. ഓക്കെ, മാനേജറുടെ ക്യാബിനിൽ കയറുക. ഇടത്തു നിന്ന് 4ാമത്തെ ഷെൽഫിൽ. ഇടത്ത് 4ാമത്തെ 1, 2, 3, 4. അത് അടുത്ത് എന്റെ അടുത്തുനിന്ന് ഞാൻ ഇപ്പൊ അതല്ലേ 4. എന്റെ അടുത്ത് ഞാൻ കൂടി പകലെ 4. എന്റെ ആളല്ലേ ശരി. എന്റെ ആളെ ശരിയായി കൂടി. എന്നെ വെറുതെ കുഴപ്പിക്കാതെ പുറത്തു പോകും. അപ്പൊ എന്റെ ആവശ്യമില്ല. വേണ്ട, ഞാൻ തപ്പ എടുത്തോളാം. ഞാൻ പുറത്ത് വിളിച്ചോട്ടെ. എന്തായാലും ചെയ്യും. 1, 2, 3, 4 ഇത് തന്നെ. പോർത്ത കാണാനാ സാധനം. കൂട്ടുകാരൻ നിന്റെ വീട്ടിലൊന്നുമില്ല. അയാളുടെ പണി പോവും. ഹോട്ടലാരും നിന്റെ അറിയുന്നൊന്നുമില്ലോ. അയാളുടെ ബോധം പോയി, പണിയും പോയി. അവര് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് കൊടുത്തത് 3 ലക്ഷം രൂപ കിട്ടിയ ഈ പണി കൊടുത്തു. എവിടെന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കാൻ അയാൾ വന്ന് വാങ്ങിച്ചോളാം തന്നെ പറഞ്ഞത്. ഗോപാല, ഗോപാല,